കറന്റ് എന്തുകൊണ്ട് നമുക്ക് നേരിട്ട് കാണാൻ കഴിയില്ല? അതിന്റെ ദൃശ്യമായ പ്രതിഭാസങ്ങൾ എന്തൊക്കെയാണ്? വൈദ്യുതി ഇലക്ട്രിക് കറന്റ് എന്നത് ചാർജ് ചെയ്യപ്പെട്ട കണികകളുടെ ഇലക്ട്രോണുകൾ ചലനമാണ്. കാണാൻ കഴിയാത്തത് എന്തുകൊണ്ട്? 1. അതിസൂക്ഷ്മമായ കണികകൾ. വൈദ്യുതിയുണ്ടാക്കുന്ന ഇലക്ട്രോണുകൾ വളരെ ചെറുതാണ്. അവയുടെ ചലനം നേരിട്ട് നമ്മുടെ കണ്ണുകൾക്ക് തിരിച്ചറിയാൻ സാധിക്കുന്നില്ല. 2. കമ്പികളിലെ ഒഴുക്ക്. സാധാരണയായി വൈദ്യുതി കടത്തിവിടുന്ന ലോഹക്കമ്പികൾ, വയറുകൾ, വൈദ്യുതിയെ കാര്യക്ഷമമായി കടത്തിവിടാൻ രൂപകൽപ്പന ചെയ്തവയാണ്. അവ ചൂടായി പ്രകാശിക്കാത്തതുകൊണ്ട് വൈദ്യുതിയുടെ താപഫലം വളരെ കുറവായതിനാൽ ഉള്ളിലൂടെ വൈദ്യുതി ഒഴുകുന്നത് നമുക്ക് കാണാൻ കഴിയില്ല. വൈദ്യുതിയുടെ ദൃശ്യമായ പ്രതിഭാസങ്ങൾ. വിസിബിൾ എഫക്ട്സ്. വൈദ്യുതി നേരിട്ട് കാണാൻ കഴിഞ്ഞില്ലെങ്കിലും അത് അന്തരീക്ഷവുമായോ മറ്റു വസ്തുക്കളുമായോ പ്രതിപ്രവർത്തിക്കുമ്പോൾ ഉണ്ടാകുന്ന ചില ഫലങ്ങൾ നമുക്ക് വ്യക്തമായി കാണാൻ സാധിക്കും. 1. മിന്നൽ, ലൈറ്റ്നിംഗ്. ഇത് വൈദ്യുതിയുടെ ഏറ്റവും വലിയ പ്രകൃതിദത്തമായ ദൃശ്യരൂപമാണ്. ശക്തമായ ഒരു ഇലക്ട്രിക് ഡിസ്ചാർജ്. അന്തരീക്ഷത്തിലെ വായുവിനെ അത്യധികം ചൂടാക്കുമ്പോൾ അത് പ്ലാസ്മ മാറുന്നു. ഇത് ഒരു വലിയ പ്രകാശരേഖയായി നമുക്ക് ദൃശ്യമാകുന്നു. 2. സ്പാർക്ക്. ഉയർന്ന വോൾട്ടേജിൽ വൈദ്യുതി ഒരു ചെറിയ അന്തരം എയർഗ്യാപ്പ് കടന്നുപോകുമ്പോൾ തീപ്പൊരി, സ്പാർക്ക് ഉണ്ടാകുന്നു. ഇത് എയറിനെ അയോണീകരിക്കുന്നതുകൊണ്ടുണ്ടാകുന്നതാണ്. സ്വിച്ചുകൾ ഓൺ ഓഫ് ചെയ്യുമ്പോൾ ഇത് കാണാം. 3. വൈദ്യുത വിളക്കുകൾ, ഇലക്ട്രിക് ലൈറ്റ്സ്. ബൾബുകൾ പ്രകാശിക്കുന്നത് വൈദ്യുതിയുടെ താപഫലമോ പ്രകാശഫലമോ എൽഇഡിയിൽ മൂലമാണ്. ഇവിടെ വൈദ്യുതി പ്രകാശമായി മാറുന്നു. 4. ആർക്കുകൾ, ഇലക്ട്രിക് ആർക്സ്. ഉയർന്ന വൈദ്യുത പ്രവാഹം രണ്ട് ചാലകങ്ങൾക്കിടയിലൂടെ വായുവിൽ ഒരു പാലം പണിയുമ്പോൾ, ഉദാഹരണത്തിന് വെൽഡിംഗ് സമയത്ത് തിളക്കമുള്ള ഒരു പ്രകാശരേഖ കാണാം. അതുകൊണ്ട് വൈദ്യുതിയെന്നത് ഒരു അദൃശ്യമായ ഊർജ്ജരൂപമാണ്. പക്ഷേ അതിന്റെ ഫലങ്ങൾ, പ്രകാശം, തീപ്പൊരി, ചൂട്, നമുക്ക് കാണാനും അനുഭവിക്കാനും സാധിക്കും.